ഹായ് ഗായ്സ്, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് പറഞ്ഞാല് ആദ്യത്തെ നോമ്പുതുറ 2026 ആദ്യത്തെ നോമ്പുതുറയാണ്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻസിലാണ് അടുക്കളയിലൊക്കെ ആകെ ഒച്ചുംപുള്ളിയാണ് ഇമ്മന്റെ അടുക്കള. അപ്പൊ എനിക്കെന്തോ റെഡി ബീഫ് മന്തിയോ? അപ്പൊ ബീഫ് ബിരിയാണി ഉണ്ടാക്കണേ. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് എന്താ തൈര് ഉണ്ടാക്കിയേ? ഞാൻ തൈര് ഉണ്ടാക്കണേ, ബിരിയാണി ഉണ്ടാക്കിയേ. ഓക്കെ. ആ അപ്പൊ ഇമ്മ അവിടെ മസാല കൂട്ടിച്ച് അത് തിളപ്പിച്ചിക്ക. ഒന്ന് കൂക്കിക്കേ. എന്താ കൂക്കി? അപ്പൊ മസാല കൂക്കിക്കണേ. എന്താണ് എന്തോട്ടിവ? അവിടെ വെറുതെ ചിരിച്ചണതാ. എന്താണ് ഇമ്മ കുക്കറിൽ വിസിലടിച്ചിക്കണോ? ആ ഒന്ന് കൂക്കിക്കണേ. കുക്കറൊന്ന് കൂക്കിക്കണേ പറഞ്ഞു. അപ്പൊ സംഭവം എന്താ വെച്ചാല് ഇവിടെ ഉള്ളി വാട്ടിയിട്, പിന്നെ ബീഫ്. എന്താ സംഭവത്തെ സംഭവം ഇതെങ്ങനെയാണ്? അതായത് മസാല കൂട്ടിച്ച് നല്ല വേവിച്ചെടുത്തിക്കണമ്മ. പിന്നെ ഇവിടെ അരി വെള്ളത്തിലിടാൻ വേണ്ടിട്ട് വെള്ളം തിളപ്പിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇവിടെ കുട്ടിപ്പി ലാസിൻ തല്ലൂടിയാണ്. എന്താണ് കുട്ടിപ്പാനെ? ആ കുട്ടിപ്പാനെ പിന്നെ എന്താ വിളിച്ചാ? ആ പറയും കുട്ടിപ്പാനത്തെ അന്നെന്താ വിളിച്ചോണ്ട് പറയും. അത് ഇപ്പൊ തന്നെ തീരുമാനാക്കിയോ? എന്താ പേര്? എന്റെ പേരെന്താ കാര്യം? കുട്ടിപ്പാനെ കുട്ടിപ്പാന്ന് വിളിച്ചാറില്ല. അപ്പൊ നീ ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കണേ ഒന്ന് പറഞ്ഞ. എന്തൊക്കെ സ്നാക്സ് എന്താ തീരുമാനമായിട്ടില്ല. അത് തീരുമാനമായിട്ടില്ല. ഇപ്പൊ അതിനെന്തൊക്കെ വേണ്ടി? ജ്യൂസ് ഉണ്ടോ? അപ്പൊ എന്തൊക്കെയാ ഉള്ളത്? ശരിക്കും എന്തൊക്കെയാ ഉള്ളത്? എന്തൊക്കെ നിങ്ങളെന്തൊക്കെയാണ്? ഇമ്മാനത് ക്യാമറയും കൊണ്ട് ചെന്നാലും മകൻ ചിരിയാണ്. കുട്ടിപ്പാ എന്തൊക്കെ വേണ്ടത് പറയാം. എനിക്ക് എന്തൊക്കെ വേണ്ടിയെന്ന്? ഒരു ബീഫ് ബിരിയാണി, ഒരു ജ്യൂസ്, പിന്നെ ഒരു സ്നാക്സ് എന്താ നല്ലത്? എനിക്ക് കട്ലേറ്റ് ആണ് ഇഷ്ടം. കട്ലേറ്റ് എനിക്ക് കട്ലേറ്റ് ഉണ്ടാക്കാൻ കട്ലേറ്റ് ഉണ്ടാക്കാറോ? പക്ഷെ സാധനങ്ങൾ നമ്മള് എന്താ വേണ്ടി? മറ്റേ കട്ലേറ്റ് ഉണ്ടാക്കാൻ റസ്ക് പൊടി അതൊന്നും. റസ്ക് പൊടി പിന്നെത്താ റസ്ക് അത് മാത്രം മതിയോ? അപ്പൊ ഉമ്മ ഏക്കണിത് ഇതെത്തിനുള്ള ബിരിയാണിക്കുള്ള അരിയോ? ഇതാണ് ഞങ്ങളെ അരി ഇടിക്കണ പാത്രം. കടിതാണ് മിൽമന്റെ മിൽക്ക് മേഡിന്റെ പാത്രം. ഇതെന്താ ഒരു നായി പറയാ? അതിനത്തെ പറയാറേ. അങ്ങനെ നമ്മളെ തൈര് അയക്കണമെന്ന് തോന്നുന്നു. അല്ലേ തൈര് അയക്കണോ? തൈർക്ക് വേറെ തൈരിട്ടത് ക്യാരറ്റ് ഇട്ടണോ അതോ ഓറഞ്ച്? അപ്പൊ ക്യാരറ്റ് ഇവിടെ അല്ല, ക്യാരറ്റ് അല്ല, തൈര് ഇവിടെ ഏകദേശം റെഡി ആക്കി കൊടുക്കുന്നുണ്ട്. എന്താ സംഭവം? അതാണ് അരി തിളപ്പിച്ചാളെ വെള്ളം. അതിലേക്ക് ക്യാരറ്റ് ഇട്ടിക്കണേ. ബിരിയാണിക്ക് ക്യാരറ്റ് ഇടുവോ? നമുക്കറിയില്ല. അരി എടുത്തിക്കണ് ഇവിടെ. എന്ത് അരി കഴിക്കണ തിരക്കിലാണ്. ഇതിപ്പോ എത്ര കിലോ ഉണ്ടാവും? 1.5 കിലോ അരിയോ? അപ്പൊ ഇനി അരി കേക്കിയിട്ട് അതിപ്പോ വെള്ളത്തിൽ കിടണം അല്ലേ? ഓക്കെ. ഇതെന്തിനാ? എനിക്ക് ചെറിയ ചെറിയ പണിയുള്ളല്ലോ. ഇതോ ഇതോടെ തേങ്ങ ചിരക ഇവിടെ തിന്ന
എന്താ രാജ എനിക്ക് പണി? അടുപ്പ് കൊള്ളാത്തൊരു വറകും വെച്ച് കണ്ട് അങ്ങനെ അരി ഇടുക രാജിയ. അല്ല അരി ഇടാനായോ? അരി അങ്ങനെ ബിരിയാണിക്കുള്ള അരി ഇട്ട് തുടങ്ങിയതിന് ഇനിയിപ്പോ ഇത് എത്ര മണിക്കൂർ അടിച്ചു? 2 മണിക്കൂർ അടിച്ചോ? നിങ്ങൾക്ക് എന്താ വർത്താനം പറഞ്ഞ? പത്തിനോട് വേവ്? അമ്മ പറയുന്നത് 10 വേവുന്നാണ്. നമുക്ക് അപ്പൊ അമ്മ അങ്ങനെ അരി ഇടുന്നുണ്ട്. അപ്പൊ ഉള്ളിൽ ഇനി എത്താണ് കാടമുട്ട? അതെന്തിനപ്പോ? ആർക്കാ? എന്നാ എൻ്റെ അവരുടെ ഇനി ചമ്മന്തിയോ? അതിക്കത്തെ കിടന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല. ടേസ്റ്റ് ഉണ്ടാവല്ലേ? എത്താ ക്യൂട്ട്നെസ് വാരി എറിയ. ഓക്കെ ഇനി എത്തോടണ്ട്? ഉപ്പ് എന്ത്? കുറച്ച് വിനാഗിരി സുർക്കിം വേണമെന്ന് അറിയുന്നുണ്ട്. രക്ഷപ്പെടുന്നുണ്ട്. ഇതാ നോടുക്ക നോടുക്ക എവിടക്ക പോണത്? അപ്പൊ ബിരിയാണിക്ക് വരില്ലേ? അപ്പൊ ഇഞ്ചി വേണേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി. ഇഞ്ചി എടുക്കണ്ട്. പിന്നെ കുട്ടികള് ഇവിടെ ആകെ ആകെ പിരാന്ത് ഇടണ്ട്. അപ്പൊ അതിന്റെ ഇടയില് അതിന്റെ ഇടയില് കുട്ടികൾക്ക് മുട്ടുണ്ടാക്കുക. എന്തായി? എന്ത് മുട്ട ഉണ്ടാക്ക കുട്ടികൾക്ക്? അനക്കെന്താ പണി? പാത്രത്തോണ്ട് കളിച്ചേ പറഞ്ഞാണ്. കുറച്ചേരം കഴിയും. അവിടെ അടി പിടിക്കും. ഇതൊക്കെയുള്ള പണിതാ അടി. നമുക്കത്ത അതിൻ്റെ അടി വേറെ പരിപാടി. ഇതെന്താ പാലോ? കുട്ടികൾക്ക് ഹോർലിക്സോ? ഇതെന്താ പാലോ? അപ്പൊ മറ്റേ ഈ പാല് പോരാ? ഓഹോ. നമ്മങ്ങനെ അതിന് അരി തിളച്ച് ഊറ്റാനേക്കണേ. അപ്പോ ഞാൻ വന്നപ്പോത്തിന് ഇറച്ചിതാ ചെമ്പ് ഇറക്കിച്ചിരുന്നു. അപ്പൊ ഇത് ഇങ്ങനത്തെ ഉണ്ടാ മതിയോ? അപ്പൊ ഇനി തിളച്ച അരിയോ ചോറയില്ലേ? ചോറ് ഞയിക്കിടാണ്. ഓക്കെ. അങ്ങനെ ബിരിയാണീൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് ഇപ്പോൾ ഇത്. മസാല ആയി ഇതിലേക്ക് നേരെ അരി ഇട്ടു. ഓക്കെ. നീ അരി ഊറ്റി മൊത്തം ഇതിക്കിടും. എനിക്ക് ലാസിക്കോ? എത്ര മുട്ട എനിക്ക് വേണം? എത്ര മുട്ട എനിക്ക് വേണ്ടി? 5 മുട്ട? എനിക്കൊരു മുട്ട ലാസിക്ക്? അപ്പൊ അങ്ങനെ കുട്ടികള് ചായ കുടിക്കണേ. തിന്നോ?
ജോയിയെ എന്താ കഴിക്കണേ? എന്താ കഴിക്കണേ? കാടമുട്ട. ഇതെന്താ? പാലോ? പാലും കാടമുട്ട. അങ്ങനെ പോലെ ചായ കുടിക്കണേ. ഇപ്പൊ ഈ ചോറ്റക്ക് ഇതെത്താ മസാല എല്ലാം മസാല ഇട്ടു. എന്താ നമ്മളെ അണ്ടി മുന്തിരിയും ഉള്ളിയും ഒക്കെ തൂമിച്ച സംഭവം അല്ലത്. അതുമായി കിട്ടും. ഓക്കെ, ഇനി എന്താ ഉണ്ടായിക്കടാ? കുഞ്ഞ് കഴിഞ്ഞു. നീ ദമ്മിടൂല അത് അങ്ങനെ? അത് കഴിഞ്ഞിട്ടോ ഒന്ന് പുറത്ത് പോയി ഒന്ന് പുതിയ ഇവിടെ എന്തോ ഒരു പരിപാടി ഉണ്ട്. എന്താ പരിപാടി? സമൂസക്കുള്ള മസാല ഉണ്ടാക്കുക. സമൂസക്കുള്ള മസാല. അതിലെന്തൊക്കെയുള്ളത് ഇപ്പോൾ? ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ആൻഡ് ക്യാരറ്റ്. അപ്പോൾ കട്ട്ലേറ്റ് വേണ്ടോ? കട്ട്ലേറ്റ് വേണ്ടോ? സമൂസ ആക്കുക. സമൂസയാണ് ഈ റമദാന്റെ ഒരു എന്ത് സ്നാക്സ് പറയുമ്പോ സമൂസ അല്ല ഫസ്റ്റ് വരിക. അങ്ങനെയൊക്കെ ഉണ്ടോ? കട്ട്ലേറ്റ് ഒക്കെ പിന്നെയാണ്, ആദ്യം സമൂസ. അതാണ് അതിന്റെ ഒരു സമൂസ ഉണ്ടാക്കുന്ന. പക്ഷെ അതിന്റെ ഉണ്ടാക്കാനുള്ള മെയിൻ ഐറ്റമായ ഓല കിട്ടിയിട്ടില്ല. കുട്ടിപ്പാനെ ഏൽപ്പിച്ചത്. കുട്ടിപ്പ് എപ്പോഴും എത്തിയിട്ടില്ല. ഓനി ഭാഗം കൊടുക്കാൻ നേരത്തെ ഇങ്ങനെ വരും. ചിക്കൻ വേണ്ട? ചിക്കൻ അല്ല, ബീഫ് സമൂസ അല്ലേ? ബീഫോ? ബീഫ് കുക്കറിൽ ഓക്കെ. ഉപ്പ്, കുരുമുളക്, പിന്നെന്താ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് വേവിക്കാൻ വെച്ചിട്ട് എന്നിട്ടത് വെന്ത് കഴിഞ്ഞിട്ട് മസാല ആയിട്ട് ഇരിക്കും. അങ്ങനെ കുട്ടിപ്പാന കോള് വന്നിട്ടുണ്ട്. പിന്നെ വത്തക്ക പിന്നെ വിമ്മ് വേം ഒന്നുകൂടെ കാത്തിട്ടതിന്. സമൂസന്റെ ഓല, പിന്നെ അണ്ടിപ്പരിപ്പ് 6 kg, പിന്നെ മറ്റേ വിമ്മ് വത്തക്ക സംഭവം. ഇത് സമൂസ മസാലക്കുള്ള ബീഫ് സമൂസ അല്ലേ? അപ്പൊ ബീഫ്. പക്ഷെ ബീഫ് കൊത്തായിട്ടല്ലേ? അത് മിക്സിയിലിട്ട് നമ്മള് സിമ്പിൾ പരിപാടിയാണ്. ഓക്കെ. അപ്പോൾ ബീഫ് അരച്ചിടൂ. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ നൂല് പോലെ ആയിട്ടുണ്ടല്ലേ? അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാം. ഇനി വേവിക്കണത് മിക്സ് ചെയ്താൽ മതി. ഫൈനലി കുട്ടി ഇപ്പം സാധനം കൊണ്ട് വന്നിട്ടുണ്ട്. എന്താ കുട്ടി ഇപ്പം സാധനങ്ങള്? സമൂസന്റെ ലീവ്സ്, പിന്നെ വത്തക്ക, ഇപ്പം ജ്യൂസിനുള്ളതോ ഈ സ്നാക്സിനുള്ളതോ? അണ്ടി മുന്തിരി ബിരിയാണിക്ക്. ഇതെന്താ? ഓ കുട്ടി ഇപ്പം മാസിടാ കിച്ചൻ കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ സമൂസന്റെ പരിപാടിയിലല്ലേ? എങ്ങനെ ചിറ്റല്? ആദ്യം ഇങ്ങോട്ട് മടക്കുക, പിന്നെ ഇങ്ങനെ മടക്കുക. ഓക്കെ. അപ്പം നമുക്ക് അവിടെ ഒരു മസാല ഇടാനുള്ള ഒരു സ്പേസ് ആയിട്ട് വന്നിട്ടുണ്ടല്ലേ? ഇതിലേക്ക് മസാല ഞാൻ നിറക്കുക. ഓക്കെ. അവിടെ കുട്ടികളുണ്ട്. അങ്ങനെ മസാലയൊക്കെ ചിറ്റി, അല്ല മസാല അല്ലാത്തന്നെ സമൂസന്റെ പോലെയൊക്കെ ചിറ്റി ഒരെണ്ണം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് മൈദ വെള്ളത്തിൽ കളിക്കരുത്, ഇത് പോരാതെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ കുറേ ചുറ്റി ഉണ്ടാക്കണം. 1 2 ഇങ്ങനെ ഇതേപോലെ എല്ലാം ഉണ്ടാക്കണം അല്ലേ?
എണ്ണ തളിച്ചുക്കണു. ഇനി ഓരോന്നോരോന്നായിട്ട് ഇടേ കൂടെ ഇങ്ങനെ സൈഡ് കൂടെ ഇട്ട് നോക്കിയാ സെൻറ്റർ കൂടെ ഇടാതെ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഓക്കെ. അതിനടിച്ച് വത്തൊക്കെ കിട്ടിയോ? വത്തൊക്കെ കൊടുന്നു. വത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഓളിങ്ങനെ ഓരോ സമൂസ ഉണ്ടാക്കി വരികയാണ് അല്ലേ? എന്ത്? ആർക്ക് സമൂസ? എനിക്ക് സമൂസയൊന്നുമില്ല. എനിക്കൊന്നും ലാദിക്കും സമൂസ അല്ല. ഉണ്ടോ സാധനം? അപ്പൊ ഓക്കെ, നമ്മക്ക് പൊട്ടിച്ചിന് സെറ്റ് ആയിരിക്കണം. ഇതികത്തെ പണി ഇത് ഇതാക്കണ്ടേ? താർക്കേജ് സ്മെല്ലിങ്ങനെ അടിച്ചിട്ടുണ്ട്. ബിരിയാണി റെഡി ആയിക്കണേ. മുസമ്പി വെട്ടിക്കൊണ്ടെത്തിരിക്കുകയാണ് ഇപ്പൊ. അടുത്ത നടന്നോ? ഇതിപ്പാൻ്റെ ഡെക്കറേഷൻ ഉണ്ടോ? ഇതൊക്കെ ഇവിടെ സെൻറ്ററിലൊന്ന് അങ്ങനെ വെച്ചെങ്കിലും ഏതാവണ്? ഇതൊക്കെ അങ്ങോട്ട് പോയി ഇത് വളഞ്ഞ. ഇതെന്താ താമ? ഇതെന്താ ചെടിയാ? എന്താ ഡിസൈൻ? എന്താണ് ഇത്? ഒരു അൽക്കുലത്തെ ഡിസൈനാണല്ലോ. അവയ്ക്കും ഗ്യാപ്പുമില്ലേ? ഡെക്കറേഷൻ ബൈ ബാപ്പ. സന്തോഷായോ? അങ്ങനെ ഈ വർഷത്തെ നോമ്പ് തുറന്റെ ആദ്യ വിഭവങ്ങൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സമൂസ, ബീഫ് ബിരിയാണി, ചമ്മന്തി, ജ്യൂസ്, പിന്നെ ഇതെന്താ കാരക്ക കൊടുന്നാണ്, തൈര്, സമൂസ, ഫ്രൂട്ട്സ്, ജ്യൂസ്. അപ്പോൾ ഇങ്ങനെയാണ് വിഭവങ്ങൾ ഈ വർഷത്തെ. ഇല്ല അങ്ങനെ കാരക്ക വെച്ചാണ് നമ്മൾ നോമ്പ് തുറക്കുകയാണ്. വാ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്ര തന്നെ ഉള്ളൂ. ഞങ്ങൾ നോമ്പ് തുറക്കണേ. അപ്പോൾ ഓക്കെ.